അപ്പോൾ ഇവിടെ കമ്പനി ആയപ്പോൾ ഞാൻ ആർമിക്കാരനോട് ചോദിച്ചു എന്താ ഇവിടെ ഇത്രയും ചെക്കിങ് എന്ന്. കല്ലല്ലോ, ഇതിപ്പോൾ പാകിസ്ഥാൻ ബോർഡറൊന്നും അല്ല, ഇവിടെ ടെററിസ്റ്റ് അറ്റാക്ക് കൂടുന്ന സ്ഥലത്തേക്കാണ്. കിസ്ത്വാറിൽ നിന്ന് നമ്മൾ അങ്ങനെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടൊരു പാസ് കവർ ചെയ്തു. ഈ ഒരു ഭാഗത്ത് മാത്രമുള്ള മഴക്കോളും കോടയും കാര്യങ്ങളൊക്കെ, കോടതി അടിച്ച് കയറി ബാക്കോട്ട് പോയിട്ടോ. അപ്പോൾ സമയം രാവിലെ 9 മണിയായി. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ശ്രീനഗറിൽ നിന്നും മണാലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏതോ ഒരു സ്ഥലത്തെത്തി. ഇതേ നമ്മൾ കഴിഞ്ഞ ദിവസം ക്യാമ്പ് ചെയ്ത സ്ഥലം കണ്ടില്ലേ, ഒരു നദിയൊക്കെ ഉണ്ട്. ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് നമ്മളിവിടുന്ന് ഡ്രോണൊക്കെ പറത്തി വിഷ്വലും കാര്യങ്ങളൊക്കെ എടുത്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കി പോകണം, നമുക്കങ്ങനെ പ്ലാനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുന്ന റൂട്ടിനെ പറ്റി, ഗൂഗിൾ മാപ്പിലൊരു റൂട്ട് കാര്യങ്ങളെല്ലാം. പക്ഷേ നമ്മുടെ കയ്യിലൊരു മാപ്പ് ഉണ്ട് ലഡാക്കിൻ്റെ. നമ്മൾ ലഡാക്ക് പോയപ്പോൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ് നമ്മൾ പോകുന്ന റൂട്ടിനെ പറ്റിയൊക്കെ. നെറ്റ്വർക്ക് കാര്യങ്ങളില്ലാത്തപ്പോൾ നമ്മൾ ആ മാപ്പാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ മാപ്പിൽ നമ്മൾ ഇന്നലെ ഇല്ലയെന്നാണ് പറഞ്ഞത്, പക്ഷേ ഇന്നലെ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടല്ലോ, ആ മാപ്പിൽ നമ്മൾ പോകുന്ന റൂട്ട് ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ലഡാക്കിൻ്റെ മാപ്പാണ്. പക്ഷേ ഇതിനകത്ത് ലഡാക്ക് ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ളത് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മളീ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ലഡാക്കിലും അല്ല, അതുപോലെ ഹിമാചലിൻ്റെ കുറച്ച് ഭാഗത്ത് പെടും, അതേപോലെ ജമ്മുവിൽ കുറച്ച് പെടും, ശ്രീനഗർ കുറച്ച് പെടും. അങ്ങനെയാണ് ഈ മാപ്പ് ഉള്ളത്. മണാലി ഇതേ ഇവിടെ ആയിരുന്നു. നമ്മൾ ഇവിടുന്ന് ലഡാക്ക് ഫുള്ള് കറങ്ങിയിട്ട് നമ്മൾ തിരിച്ചത് ശ്രീനഗർ വന്നു. ശ്രീനഗറിൽ നിന്നാണ് നമ്മൾ അനന്തനാഗിൽ നിന്ന് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങിയ ജമ്മുവാണ്. ജമ്മുവിലേക്ക് പോകാണ്ട് നമ്മൾ അനന്തനാഗിൽ നിന്ന് ഉള്ളിലേക്ക് കയറി ഇതേ ദക്ഷം എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇന്നലെ മാപ്പിൽ നോക്കിയപ്പോഴാണ് വേറൊരു സംഭവം കണ്ടത്. ഇവിടുന്ന് നമ്മളിനി പോകുന്നത് കിസ്ത്വാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. കിസ്ത്വാറിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറി ഈ റൂട്ട് ഇങ്ങനെ നേരെ വെച്ച് പിടിച്ചാൽ മണാലിക്ക് കീലോങ് പോയി ചാടാൻ പറ്റും. നമ്മൾ അവിടുന്ന് മണാലിയിൽ നിന്ന് വരുമ്പോൾ കീലോങ് എത്തുന്നതിന് മുമ്പ് താണ്ടി എന്ന് പറഞ്ഞ സ്ഥലം, ലാസ്റ്റ് പെട്രോൾ പമ്പുള്ള സ്ഥലത്തു നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു റൂട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ടെന്ന്. ആ റൂട്ടാണിത്. നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ പ്ലാനുള്ള റൂട്ടായിരുന്നു. അതുപോലെ കില്ലർ, ഈ സ്ഥലത്തിൻ്റെ ഉച്ചാരണം ശരിക്കും, പ്രൊനൗൺസിയേഷൻ ശരിക്കും കെല്ലർ എന്നാണ്. നമ്മളിവിടെയുള്ള ആൾക്കാരോട് ചിലരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് കില്ലർ എന്നാണ്. നമ്മൾ കില്ലർ എന്നാണ് പറഞ്ഞത്. കെല്ലർ എന്നാണ് ശരിക്കുള്ള പേര്. അപ്പോൾ നമ്മൾ ഇന്നലെ ഈ മാപ്പ് നോക്കിയപ്പോൾ വേറൊരു സംഭവം കണ്ടത്, ഈ ദക്ഷൻ തൊട്ട് കിസ്ത്വാർ വരെ റോഡില്ല കേട്ടോ. അതായത് ഇവിടുന്ന് ഇനി മുന്നിലേക്ക് റോഡില്ല എന്നാണ് ഈ മാപ്പ് പറയുന്നത്. റോഡിന് പകരം നടക്കാനുള്ള വഴി, അതായത് വണ്ടികൾ പോകുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ ഓഫ് റോഡ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. സിന്തൺ ടോപ്പ് എന്ന് പറയുന്നൊരു മലയാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്, ഒരു പാസ്സാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും ഇതിനകത്തില്ല. അതുപോലെ ഈ സച്ച് പാസ് വഴി, കെല്ലർ വഴിയുള്ള റൂട്ടിലും പാസ് കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് മാപ്പ് പറയുന്നത്. പക്ഷെ അറിയത്തില്ല, മോൾ ഭാഗത്തുള്ളതെല്ലാം ക്ലിയർ ആയിരുന്നു. പക്ഷേ ഇങ്ങോട്ടുള്ളതിൽ കുറച്ച് ഡീറ്റെയിൽസ് കുറവുണ്ട്. എന്തായാലും റൂട്ട് ഇതിലുണ്ട് കേട്ടോ, നമുക്ക് പോകേണ്ട റൂട്ട്. അപ്പോൾ അതൊരു ഹെൽപ്ഫുള്ളായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഏകദേശം 100-120 കിലോമീറ്റർ ഉണ്ടാവും കിസ്ത്വാർ എന്ന് പറഞ്ഞ സ്ഥലം വരെ. അങ്ങോട്ട് പോകണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ രാവിലെ നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ മഴ പെയ്തു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് മഴയത്തൊക്കെ ടെൻറ്റിൽ കിടക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങി, നല്ല തണുപ്പുണ്ടായിരുന്നു. ഇന്നലെ ഒന്നാമത് ചൂടൊക്കെ ആയിരുന്നു റൈഡ് ചെയ്ത് വരുമ്പോൾ. പക്ഷേ ഉറങ്ങാൻ നേരത്ത് നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്നലെ രാത്രിയിൽ ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. അതേ അരി വെന്ത്, ആ സ്പൂൺ എന്തിയേ. അപ്പോൾ നമ്മൾ രാവിലെ അതേ ചോറും അതേപോലെ കുറച്ച് കറി കാര്യങ്ങളെല്ലാം വെക്കുന്നുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് പോകാനാണ് പരിപാടി. ചോറ് വെന്തേ. അങ്ങനെ രാത്രി നമ്മൾ ഇന്നലെ പറിച്ചുകൊണ്ട് വന്ന ആപ്പിൾ ഉണ്ടായിരുന്നു. ആപ്പിൾ ഓരോന്ന് കഴിച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാനും വെള്ളം എടുക്കാനൊക്കെ മടിയായിട്ട് പിന്നെ അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ എന്തായാലും രാവിലെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. ശ്രീനഗറിൽ നിന്ന് അനന്തനാഗ് വഴി ഉള്ളിലേക്ക് കയറുമ്പോൾ ഉള്ളൊരു സ്ഥലമാണ് ദക്ഷം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം. രാവിലെ തന്നെ ടൂറിസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങി വരുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ കുതിര സഫാരിയൊക്കെ ഉണ്ട് കേട്ടോ. അതിനുള്ള ചെക്കന്മാരൊക്കെ കുതിര കൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ. എന്തായാലും നമ്മൾ ക്യാമ്പ് ചെയ്ത സ്ഥലം അടിപൊളിയായിരുന്നു. എന്തായാലും ഒരു പ്രശ്നമില്ല. നമുക്കൊക്കെ വരികയാണെങ്കിൽ ഇവിടെ എവിടെ വേണമെങ്കിലും ക്യാമ്പ് ചെയ്യാം. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ശരിക്കും ഇത് ഫോറസ്റ്റാണ്, പക്ഷേ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. തൊട്ടപ്പുറത്ത് തന്നെ ഒരു വില്ലേജൊക്കെ ഉണ്ട്. 6 മാസം ഇവിടുത്തെ ആൾക്കാർ പശുവിനെയൊക്കെ മേയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് താമസിക്കുന്ന ഒരു ഗ്രാമമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വീടുകളൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചാണ്. അപ്പോൾ നമ്മളിന്ന് എന്തായാലും ഇവിടുന്ന് മുന്നോട്ടുള്ള കാഴ്ചകളായിരിക്കും. ഈ മല കയറണം. 30-35 കിലോമീറ്റർ ഉണ്ട് മല കയറാൻ. അതിനെന്തായാലും ടൈം എടുക്കും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമല്ല, ചോറും അതേപോലെ നമ്മൾ തക്കാളിയും പരിപ്പും എല്ലാം കൊണ്ടിട്ടൊരു കറിയാണ്. അപ്പോൾ രാവിലെ നമ്മളെപ്പോഴും നല്ല ആരോഗ്യം കിട്ടുന്ന ഫുഡുകളെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. മേലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ക്യാമ്പ് ചെയ്ത സ്ഥലം ഇതായിരുന്നു. ഇതേ സാധനങ്ങൾ ഫുള്ള് പാക്ക് ചെയ്തിട്ടുണ്ട്.
പയ്യന്മാരൊക്കെ ദേ കുതിരേനെയും കൊണ്ട് വന്നതാട്ടോ. ഇവിടെ കുതിര സഫാരി നടത്തുന്ന പയ്യന്മാരാണ്. ദേ ഒരു കുതിര കിടപ്പുണ്ട്. കൂടാക്ക അപ്പോൾ ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 50 രൂപ ഇവിടുത്തെ റേറ്റ്. ഈ ഒരു ഭാഗത്ത് ഇവരൊക്കെ ഈ വില്ലേജിൽ തന്നെ ഉള്ള, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു വില്ലേജ്. ഈ ഒരു കുന്നിലൂടെ ഒക്കെ കുതിര സഫാരി നടത്താൻ ഒരു അരമണിക്കൂർ ഇറങ്ങാനും അതിനാണ് 50 രൂപ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് വിടുക കേട്ടോ. ഇവിടുന്ന് കുറച്ച് ഓഫ് റോഡാണ്, മേലേക്ക് മല കയറണം. ബെബോയും മൃഗവും ദേ നടന്ന് പോകുന്നുണ്ട്. ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ പുറത്ത് കടകളൊക്കെ ഉള്ള ഭാഗത്തെത്തിയിട്ടോ. ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റുകൾ ആരും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ചായ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. ഇവരൊക്കെ നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടതാണ്. ഇവിടെ ഒരു 3-4 കടകളുണ്ട്. നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ്. ഇവർ റേഡിയോയിലൊക്കെ പാട്ട്, ഇവിടെ നെറ്റ്വർക്കോ കാര്യങ്ങളൊന്നുമില്ല, റേഡിയോയിൽ പാട്ടിട്ടിട്ട് ഇവരൊക്കെ ഈ വില്ലേജിൽ ഉള്ളവർ തന്നെയാണ്. ഇത് താഴെ കുറച്ച് വീടുകളുണ്ട്. ഇവിടെ കടകൾ നടത്തുന്നവർ ഇതിനകത്ത് തന്നെയാണ് കിടക്കുന്നത്. ഈ ഷെഡിനകത്ത് തന്നെയാണ് അവർ കിടക്കുന്നത് ഫാമിലി ആയിട്ട് തന്നെ. പകൽ മാത്രം ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഈ റോഡ് വഴി ആൾക്കാർ ഇറങ്ങി പോകുമ്പോൾ മാത്രം നിർത്തി അവരുടെ ഒരു കച്ചവടം മാത്രമേ ഉള്ളൂ. പിന്നെ ഫാമിലി ആയിട്ട് ഈ മറ്റേത് ആടിനെയും പശുവിനെയൊക്കെ മേയ്ക്കുന്നത്. ആടിനെ നമ്മൾ കണ്ടില്ലല്ലോ, ഇവിടെ പശു മാത്രമേ ഉള്ളൂ. കണ്ടോ? അവിടെ ഉണ്ടോ? പശുവാണ് മെയിൻ. ഇവിടെ കൂടുതലും പശു. കോഴി കോഴി സീനാണ്. ഇന്നലെ നമ്മൾ വില്ലേജിനകത്ത് പോയപ്പോൾ ഭൃഗു കോഴീനെ പിടിക്കാനൊക്കെ നോക്കി. ആ ഒരു കുഴപ്പം മാത്രമല്ല. അതുപോലെ ഇവിടുത്തെ ആൾക്കാരെല്ലാം നമ്മളോട് ഭൃഗുവിനെ ചോദിച്ചു കേട്ടോ, കൊടുക്കുമെന്ന്, പൈസയ്ക്ക് കൊടുക്കുമെന്ന്, ഫ്രീ ആയിട്ട് കൊടുക്കുമെന്നൊക്കെ ചോദിച്ചു. കാരണം ഇവർക്ക് ഈ കാടായതുകൊണ്ട് ഒരു നായ വേണം. എല്ലാവരും നോക്ക് നമ്മൾ ഭൃഗുവിനെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. എല്ലാവരും ചോദിച്ചു ഭൃഗുവിനെ പറ്റി. ഓക്കെ ടീക്കേ ഭയ്യ. അപ്പോൾ നമ്മൾ ദക്സം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ക്യാമ്പ് ചെയ്ത് ഇവിടെ സ്റ്റേ ചെയ്തത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മല കയറിയതാണ്. കുറച്ച് ദൂരം കയറിയപ്പോൾ തന്നെ മഴ പെയ്തുകൊണ്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്തതാണ്. രണ്ടുപേരെയും വെച്ചിട്ട് വണ്ടി കയറുമെന്ന് അറിയത്തില്ല. വണ്ടി വലിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല. ഒരുപാട് പേര് ബെൽറ്റ് ചെക്ക് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ബെൽറ്റ്, അതുപോലെ ക്ലച്ചിൻ്റെ കേബിള് കാര്യങ്ങളൊക്കെ അറിയത്തില്ല. നമുക്ക് ഈ പാസിൽ കയറ്റം കയറുമ്പോൾ മാത്രമാണ് പ്രശ്നമുള്ളത്. ഓക്സിജൻ്റെ കുറവ് വരുമ്പോൾ ഉള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഈ സിന്തൻ ടോപ്പ് കയറി ഇറങ്ങുന്നതോടെ നമ്മൾ ശ്രീനഗറിൽ നിന്ന്, കാശ്മീർ വിട്ട് നമ്മൾ ജമ്മുവിലേക്ക് ഇറങ്ങും കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ടോപ്പിൽ മലയൊക്കെ കാണാൻ കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു വാച്ച് ടവർ പോലൊരു സംഭവമൊക്കെ ഉണ്ട്. കയറി നിൽക്കാൻ ഒരു വ്യൂ പോയിന്റ് പോലെ. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഹെയർപ്പിനായിട്ട് നമ്മൾ മല കയറുകയാണ്. കാലാവസ്ഥ ചെറിയ രീതിയിൽ മാറി. ഇപ്പോൾ വെയിലൊക്കെ പോയിട്ട് ചെറിയ രീതിയിൽ തണുപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജാക്കറ്റ് കാര്യങ്ങളെല്ലാം ഇട്ടത്. ആ ഭാഗത്ത് ഇപ്പോഴും സ്കൈ ക്ലിയർ ആട്ടോ. താഴേക്ക് മേലേക്ക് കയറുന്തോറും റോഡ് ഡേഞ്ചറായി വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞത് നമ്മൾ താഴെ നിന്ന് കയറി വന്ന വഴിയൊക്കെ കാണാം. ഇത് വേൾഡിലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡാണെന്നൊക്കെയാണ് പറയുന്നത്. ആ ഒരു റൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതല്ല, ഇവിടുന്ന് ഇനി നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ. അപ്പോൾ എന്താ അവസ്ഥ എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. നമുക്ക് കയറേണ്ട മല ആ കാണുന്ന മല കേട്ടോ. ആ മലേൻ്റെ ഏറ്റവും ടോപ്പിലാണ് സിന്തൻ ടോപ്പ് എന്ന് പറയുന്ന സ്ഥലം. അതേ കൂടെ ഹെയർപിനായിട്ടുള്ള വഴികൾ പോകുന്നതാണ്, വണ്ടികളൊക്കെ പോകുന്നതാണ്. നമ്മളിപ്പോൾ കയറിയത് ഈ മലയാണ്. ഈ മലേൻ്റെ ഏകദേശം ടോപ്പ് നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി ആ മലയോടെ കയറണം. ഒരു അരമണിക്കൂർ മാക്സിമം അതിനുള്ളിൽ നമ്മൾ സിന്തൻ ടോപ്പ് എത്തും കേട്ടോ. മേലൊക്കെ കൊണ്ട് കയറിയപ്പോൾ കിടിലം വ്യൂ ആട്ടോ. അതേ മുകളിലൊക്കെ കോടയാണ്. അതേപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു മുകളിലൊക്കെ ചെറുതായിട്ട് ഗ്ലേഷ്യർ ഉണ്ടാവും. മഞ്ഞിലും മൂടുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. ആ മലേൻ്റെ ടോപ്പിലൊക്കെ കുറച്ച് ഗ്ലേഷ്യറൊക്കെ കാണാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി പച്ചപ്പാണ്, ഫുൾ പച്ചപ്പായിട്ടുള്ള മല. നമ്മൾ ഇവിടുന്ന് നമ്മൾ ലഡാക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷം, ഭയങ്കര വ്യൂ ആട്ടോ. അതേ അതിൻ്റെ ടോപ്പിലാണ് റോഡ്. അതുണ്ടോ ബോർഡ് കണ്ടോ? ആ കാണുന്ന മലേൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് എത്തണം. അതിൻ്റെ മുകളിൽ നമുക്ക് ബോർഡൊക്കെ കാണാൻ പറ്റും, റോഡിൻ്റെ കിലോമീറ്റർ എഴുതിയേക്കുന്ന ബോർഡ്.
നമ്മൾ കഴിഞ്ഞ ദിവസം വഴി ചോദിച്ച ഒരാളാട്ടോ. आप कहाँ कर रहे हो उधर? हम वहाँ से आए. हम गए थे सवेरे. ठीक है ठीक है. वो साइकिल बनता है. ओके ठीक है. अच्छा ठीक. അടിപൊളി മലനിരകളാട്ടോ ഈ കാണുന്നത്. ഈ ഒരു പച്ചപ്പൊക്കെ നോക്കി ഞങ്ങൾ ഈ മലേൻ്റെ ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറേ ഉള്ളിലൊക്കെ ആയിട്ട് ഷെപ്പേഴ്സ് താമസിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇവരിപ്പോൾ ടാക്സിക്ക് വന്നതാണ്. ഈ ഇതിനൊക്കെ കുന്നിൻ്റെ പുറത്തൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ടാണ് ഇവർ 6 മാസം ഈ മലേൻ്റെ പുറത്ത് താമസിക്കുക. അങ്ങനെ നമ്മൾ അവസാനം സിന്തൻ ടോപ്പ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് എത്തി. ഇവിടെ വലിയൊരു ബോർഡ്, ഈ ബോർഡാണ് നമ്മൾ താഴെ നിന്ന് കണ്ടത്. NH 244 റോഡ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജമ്മുവിലേക്ക് ഇവിടുന്ന് 310. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ജമ്മുവിലേക്ക് ചാടാനുള്ള വഴിയുണ്ട്. അതുപോലെ കിസ്ത്വാർ പോകാം. മേലേക്കൊക്കെ ഫാമിലി ആൾക്കാരൊക്കെ കയറി പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്തായാലും നമ്മൾ വണ്ടി നിർത്തി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോവാം. ഇവിടെ നിർത്തിയാലോ? അപ്പോൾ ഇതാണ് സിന്തൻ പാസ് എന്നുള്ളത് നമ്മൾ താഴെ ഒരു ബോർഡിൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് ശരിക്കും ഒരു പാസ്സാണ്. ഇത് നമ്മൾ ആ സൈഡിൽ നിന്ന് മല കയറി ഇനി ഈ സൈഡ് ഇറങ്ങണം. ഈ സൈഡ് എന്ന് പറയുന്നത് കിസ്ത്വാർ ഭാഗമാണ്. ഒരു സൈഡ് ഹിമാചൽ ബോർഡറൊക്കെയാണ്. ജമ്മുവിലേക്ക് നമുക്ക് പോകാമെന്ന് പറഞ്ഞില്ല. അതേപോലെ ആ സൈഡ് എന്ന് പറയുന്നത് അനന്തനാഗ് ശ്രീനഗറൊക്കെയാണ്. ബോർഡിൻ്റെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ട് ദക്ഷം. നമ്മളിപ്പോൾ നിന്ന സ്ഥലത്തു നിന്ന് ദക്ഷം വില്ലേജിൽ നിന്ന് 32 കിലോമീറ്റർ നമ്മൾ മേലേക്ക് കയറി. അതുപോലെ അനന്തനാഗ് 72 കിലോമീറ്ററാണ്. അങ്ങനെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ടൊരു പാസ് കവർ ചെയ്തു. ഈ ഒരു ഭാഗത്ത് മാത്രമുള്ള മഴക്കോളും കോടയും കാര്യങ്ങളൊക്കെ. കോടതി അടിച്ച് കയറി ബാക്കോട്ട് പോയിട്ടോ. അതുപോലെ നമുക്കിനി ഇറങ്ങേണ്ടത് ആ സൈഡാണ്. ആ സൈഡൊക്കെ ക്ലിയർ ആണ്. താഴെ നമുക്ക് വെയിൽ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കിസ്ത്വാർ പിടിക്കുക എന്നുള്ളതാണ്. മെയിനായിട്ട് ഇവിടുത്തെ ലോക്കൽ ടൂറിസ്റ്റുകൾ മാത്രം വരുന്ന സ്ഥലം. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ പോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർ അതന്നെ പുറത്തുനിന്നുള്ള ടൂറിസ്റ്റുകളൊന്നും ഇങ്ങോട്ട് അധികം കയറി വരത്തില്ല. ഈ റോഡ് ഇവർ എന്തിനാണോ ഇനിയും വേറെ ഏതെങ്കിലും ടൗണോ കാര്യങ്ങളോ ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല. ഇവരിത് ഇതിലെ പോകുന്നവർ മാത്രം ഇവിടെ നിർത്തി, അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാർ ഒരു 1 ഡേ ട്രിപ്പിനൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. ഒരു മൗണ്ടൻ ഏരിയ ആണ്. ഇവിടെ സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇതിന് മുകളിൽ ഹോട്ടൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടത്തെ കുറച്ച് ചായക്കടകളും കാര്യങ്ങളും ഉണ്ട്. അതേപോലത്തെ ടെൻറ്റ് കാര്യങ്ങളും. നമുക്ക് ഇവിടെ വന്നാലും ക്യാമ്പ് ചെയ്യായിരുന്നു, കുഴപ്പമൊന്നുമില്ല. എവിടെ വേണേലും ക്യാമ്പ് ചെയ്യാം. പക്ഷെ തണുപ്പാവും, പിടുത്തം വിട്ട തണുപ്പായിരിക്കും. ഇപ്പൊ തന്നെ തണുപ്പുണ്ട്. അതുണ്ടാവും, അത് അവർക്ക് അറിയാം. എവിടെയെങ്കിലും വെള്ളം കിട്ടുന്ന സ്ഥലം ഉണ്ടാവും. മറ്റേ അരുവി, നമ്മൾ നിന്ന അരുവി ഒഴുകുന്ന ഇതിന്റെ മേലെ ഈ മലേന്റെ ഗ്യാപ്പിൽ നിന്നാ. വെള്ളമൊക്കെ എവിടെന്നേലൊക്കെ കിട്ടും. പക്ഷെ സ്ഥലം നൈസാട്ടോ. ഒരു എന്താ പറയുക, നല്ല അടിപൊളി. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ശ്രീനഗറിൽ നിന്നൊക്കെ വന്നുകൊണ്ട് ഇതൊരു നല്ല പച്ചപ്പൊക്കെ ഉള്ള നല്ല ക്ലൈമറ്റും ഓവർ തണുപ്പുമില്ല. ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. എന്നാ ക്ലീൻ ചെയ്ത് കൊടുത്താലോ? ഞാൻ അവിടെ കുറച്ച് ക്ലീൻ ചെയ്ത് എന്നോട് വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞു. ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. നമ്മളതൊന്നും വീഡിയോയിൽ കാണിക്കേണ്ട ആവശ്യമില്ല. സാമൂഹ്യ ഉത്തരവാദിത്തം ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഇടരുത് എന്നുള്ളൊരു രീതിയിൽ. സാമൂഹ്യ ഉത്തരവാദിത്തം എല്ലാവർക്കും ഒരുപോലെ വേണ്ട കാര്യമാണ്. ബെബ കുറച്ച് പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മൾ ഇന്ന സ്ഥലത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരുന്നു. അതെല്ലാം പറക്കി ബെബ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ നമുക്കത് എടുത്തുകൊണ്ട് പോയാലും കളയാൻ വേറെ സ്ഥലമൊന്നുമില്ല. അതാണ് പ്രശ്നം. നമ്മുടെ ഈ വണ്ടിയിൽ ഇനി എവിടെ വേസ്റ്റും കൂടെ വെക്കാനാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സെറ്റായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഡ്രോണൊന്ന് വിട്ടാലോ? കുറച്ച് ഡ്രോൺ വിഷ്വലൊക്കെ എടുക്കാം. ഇവിടുത്തെ അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, നല്ല പച്ചപ്പും ഉണ്ട്. നമുക്ക് അതിൻ്റെ കുറച്ച് വിഷ്വൽ കാണാം കേട്ടോ.
നമ്മൾ മാപ്പിൽ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റോഡ് ഇവിടെ റോഡില്ലാതൊക്കെ. ഇത് പുതിയതായിട്ട് ടാർ ചെയ്ത റോഡാണ്. ഇവരിത് പുതിയ ബോർഡുകളൊക്കെ വളവിൻ്റെ പുതിയ ബോർഡുകളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരുപാട് പേര് നമ്മളോട് വന്നിട്ട് ചോദിച്ചു കേട്ടോ, നിങ്ങൾ എവിടെ നിന്നാണ് KL വണ്ടിയൊന്നും ഇവിടെ അങ്ങനെ ആരും കണ്ടിട്ടില്ല. അധികം ഇങ്ങനെ റൈഡേഴ്സൊന്നും അധികം ആരും വരാത്ത റൂട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചു. എന്തായാലും നൈസ് ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ ഡ്രോണൊക്കെ വിട്ട് കുറച്ച് വിഷ്വലൊക്കെ എടുത്തു. മഴ ചെറുതായിട്ട് പൊഴിയുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഡ്രോൺ താഴെ ഇറക്കി. ഇനിയിപ്പോൾ ഇവിടുന്ന് 84 കിലോമീറ്ററാണ് കിസ്ത്വാറിലേക്കുള്ളത്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ നമ്മളിവിടെ ഒരാളോട് ചോദിച്ചു നമ്മൾ പോകുന്ന റൂട്ടിനെ പറ്റി, കെല്ലർന്ന് പറഞ്ഞ റൂട്ട്. അപ്പോൾ അവർ പറഞ്ഞു റോഡ് കുഴപ്പമൊന്നുമില്ല, ഡേഞ്ചർ ആണെന്നേ ഉള്ളൂ, റോഡ് ചെറിയ റോഡാണ് പക്ഷേ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് താഴേക്ക് എന്തായാലും നല്ല റോഡാണ്. നല്ല മഴ പെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തായാലും താഴേക്ക് ഇറങ്ങണം. കുറച്ച് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് നമുക്ക് വെയിലെല്ലാം കിട്ടും കേട്ടോ. ആദ്യം ചെറുതായിട്ട് മഴ ചാറി, ഇപ്പോൾ വീഴുന്ന കണ്ടോ. ഇതാണ് നമ്മൾ പാസിൻ്റെ മേലെ കയറിയുള്ള കുഴപ്പം. നിലത്തൊക്കെ ഐസ് വീഴുന്ന കാണാം. അപ്പോൾ നമ്മളേ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങുക മഴ കൂടുന്നതിന് മുന്നേ. ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ചൊരു 10 കിലോമീറ്റർ താഴേക്ക് മഴ പോയി. കുറച്ച് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു സീനും ഉണ്ടാവില്ല. ഓ, ജാക്കറ്റിൻ്റെ ഉള്ളിലല്ല ഐസ് വീഴുന്നത്, തണുക്കുന്നത്. കുറച്ച് നേരം അവിടെ നിന്നാൽ സീനാട്ടോ. ഉച്ച കഴിയുമ്പോഴാണ് ഈ പ്രശ്നം. ഇതിപ്പോൾ 12 മണി 12:30 ആയ സമയം. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പ് കൂടും, ഐസെല്ലാം വീണ് ഉച്ചയ്ക്കാണ് നമ്മളെല്ലാ ഹിമാലയത്തിലുള്ള എല്ലാ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത്, ഏത് പാസ് കയറുകയാണെങ്കിലും നമ്മൾ ഉച്ചയ്ക്ക് മുന്നേ കയറുക, കംപ്ലീറ്റ് ചെയ്യുക. അതാണ് ഏറ്റവും ബെറ്റർ. കാണാനൊക്കെ രസമാണ് ഐസ് വീഴുന്നതൊക്കെ, പക്ഷെ അത് വീണ് കഴിയുമ്പോൾ ദേഹത്ത് നമ്മുടെ ബോഡി താങ്ങൂല. ആ ഒരൊറ്റ പ്രശ്നമുള്ളൂ. നമ്മൾ പിന്നെ ഇത് കുറേ പ്രാവശ്യം നമ്മൾ പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളിങ്ങനെ പഠിച്ച്. നമുക്ക് ഇതിന് മുകളിലും വേണമെങ്കിൽ സ്റ്റേ ഒക്കെ ചെയ്യാം. ഇവിടെ ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത്. ഇതൊക്കെ താഴെ ദക്ഷം വില്ലേജിലുള്ള ആൾക്കാരായിരിക്കും. അവരിവിടെ വന്ന് ഈ കച്ചവടം നടത്തിയുള്ള സ്റ്റേ ചെയ്യും. നമുക്ക് വേണമെങ്കിൽ അവരോട് സ്റ്റേ ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ടെൻ്റ് ഉണ്ടാവും. നമ്മൾ വൈകുന്നേരമൊക്കെ വന്ന് പോയിട്ടുകയാണെങ്കിൽ പിന്നെ വേറെ ഓപ്ഷനൊന്നും ഉണ്ടാവില്ല. ഇന്നലെ നമ്മൾ ദക്ഷം അവിടുന്ന് ആ വില്ലേജിൽ നമ്മുടെ ആൾക്കാർ പറഞ്ഞു ഇന്നലെ വൈകുന്നേരം ഇത് കയറണ്ട എന്നാണ് പറഞ്ഞത്. കാരണം മഴയൊക്കെ ആയിരിക്കും, ഇതേപോലെ ഐസ് വീഴും. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ദക്ഷം അവിടെ ക്യാമ്പ് ചെയ്തത്. ഇപ്പോൾ ഏതായാലും കറക്റ്റായി. നമുക്ക് എന്തായാലും ഇന്ന് കിസ്ത്വാർ പിടിക്കാൻ പറ്റും. 84 കിലോമീറ്ററുള്ള വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മൾ എത്തും കേട്ടോ. താഴോട്ടുള്ള റോഡ് നോക്കിയേ, എയർപിനായിട്ട് മല ഇറങ്ങി പോകുന്ന വഴി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. റോഡ് ഏതായാലും ക്ലിയറാണ്, നല്ല റോഡാണ്. ഇപ്പോൾ അടുത്തിടയ്ക്ക് ടാർ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് സെറ്റാണ്. ഓ, താഴോട്ടൊക്കെ ഫുള്ള് നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ. കുത്ത ഇവിടെ കണ്ടോ നിങ്ങൾ, ഇതിനകത്തുള്ള ആടിനെ മേയ്ക്കുന്നവരെല്ലാം അവരുടെ ആടിൻ്റെ ആ ഒരു പൂട കണ്ടോ, അത് വെട്ടിയെടുത്തിട്ട് അത് ആ സാധനത്തെ കെട്ടി ഇവർ ഇവിടുന്ന് കയറ്റി അയക്കുന്ന കാഴ്ചയായിട്ട് കാണുന്നത്. ഇതൊരു താമസിക്കുന്ന ഒരു സ്ഥലമേ. പിള്ളേർക്ക് 10 രൂപ കൊടുക്കാൻ അവർ തന്നെ പറഞ്ഞ്, ചെറിയ പിള്ളേർക്കൊക്കെ 10 രൂപ വെച്ച് കൊടുക്കാൻ. കുത്തനെ കണ്ടിട്ട് ചോദിക്കുക, എന്നെ ഒന്ന് കൈയിട്ട് നോക്കിയേ. നമ്മൾ കഴിക്കാൻ വാങ്ങിച്ചു വെച്ചാൽ കുറച്ച് മുട്ടായി ഉണ്ട്, അത് നമ്മൾ ഈ പിള്ളേർക്ക് കൊടുക്കാം. ഒരെണ്ണം കൂടെ കിട്ടുമോ ഉണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. ഷെപ്പേഡ്സ് ഈ മലയിലൊക്കെ ഉണ്ടാവും. എല്ലാ ആടിൻ്റെയും കൂടെ ഇതേപോലെ അവർ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ചുരുട്ടി അത് ഇവിടുന്ന് സാധനം വിൽക്കും. എന്നാ ഇത് കൊടുത്തു, നീ കൊടുത്തോ? അതേ ഉള്ളൂ. നമ്മുടെ അടുത്തൊരു 3 മുട്ടായി ഉണ്ടായിരുന്നു. ഹായ്. ഇവിടെ എന്ത് ചെയ്യുക, ഷെപ്പേഡ്സ് അവർ താമസിക്കുന്ന ഈ 6 മാസം നമ്മൾ കണ്ടില്ലേ, അതുപോലെ താമസിക്കുന്നൊക്കെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. അവർ നമ്മുടെ ഭൃഗുവിനെ കണ്ടിട്ട് നോക്കുകയാണ്. നമ്മുടെ നല്ല റോഡിൻ്റെയൊക്കെ ഗതി മാറി ഇപ്പോൾ ദേ പഴയ റോഡായി. കാരണം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ സൈഡിലെ കുറച്ച് ഭാഗം പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ ടാർ ഇടുമായിരിക്കും. ഇങ്ങനെ ആയിരുന്നു ഈ റോഡ് മൊത്തം. അതിപ്പോൾ ഒരു മാറ്റി കൊണ്ടുവരുന്നുണ്ട്, നല്ല റോഡാക്കി വരുന്നുണ്ട്. ഓ, നമുക്കങ്ങനെ ഈ റൂട്ടിലുള്ളൊരു വാട്ടർ ക്രോസിങ് ആട്ടോ ഇത്. ഇവിടെ കുഴിയുണ്ട്. ഓ, കയറി. ഇവിടെ എന്ത് ചെയ്യുക, ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാകുന്നൊരു സ്ഥലം. അത് കണ്ടോ, മുകളിൽ നിന്ന് ചെറിയൊരു നദി ഒഴുകി വരുന്നുണ്ട്. പക്ഷേ JCB വെച്ച് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വെള്ളം എല്ലാം കൂടെ അവിടെ ഒരു കുഴിയിലാക്കുന്നുണ്ട്. ഉള്ള കല്ലാട്ടോ.
നമ്മൾ ഈ പാസിൻ്റെ അപ്പുറത്തെ സൈഡ് ഉള്ള വില്ലേജ് എന്ന് പറഞ്ഞാൽ ദക്ഷം എന്ന് പറഞ്ഞ സ്ഥലമായിരുന്നു. പാസ് കയറിയ താഴേക്ക് നമ്മൾ ഇപ്പുറത്തെ സൈഡ് ഒരു 10 കിലോമീറ്റർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പുറത്ത് കണ്ടോ ഒരുപാട് കടകളും അതുപോലെ ഒരു ആർമി ക്യാമ്പ്, ഒരു മിലിറ്ററി ക്യാമ്പ് ഇട്ടിട്ട് ഇവിടെ കുറച്ച് ഹോട്ടല് കടകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ആളും ഇതൊക്കെ ഉള്ള വീടുകളൊക്കെ ഉള്ള സ്ഥലം എത്തി. ഇവിടെ മേലെ ആർമി ക്യാമ്പ് ഉണ്ട്. നമ്മളവിടെ നിന്ന് ഡ്രോൺ പറത്തിയപ്പോൾ അവരോട് ചോദിച്ചായിരുന്നു അടുത്തെങ്ങാനും ആർമി ക്യാമ്പ് ഉണ്ടോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞായിരുന്നു താഴെയാണുള്ളത്, മേലേന്ന് പറത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ സിന്തൻ ടോപ്പിൽ നിന്നും ഒരു 25 കിലോമീറ്റർ താഴേക്ക് വന്നു. താഴോട്ട് വന്നപ്പോൾ കാലാവസ്ഥ മൊത്തം മാറി, സ്കൈ ഒക്കെ ക്ലിയറായി, നല്ല വെയിലാട്ടോ. അപ്പോൾ വീണ്ടും ചൂട് തുടങ്ങി. നമ്മളിവിടെ വണ്ടി നിർത്തി കുറച്ച് നേരം തണലത്ത് നിർത്തിയിട്ട് വിശ്രമിച്ചു, തണുപ്പൊക്കെ പോയി. ഇനി ഇവിടുന്ന് ഏകദേശം 50 കിലോമീറ്റർ 1.5 മണിക്കൂറാണ് കിസ്ത്വാറിലേക്കുള്ളത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ആ മലേൻ്റെ മുകളിലൊക്കെ വില്ലേജുകൾ കാണാം കേട്ടോ, കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കാണാം. നമ്മൾ ഉത്തരാഖണ്ഡ് ഹിമാചലൊക്കെ കാണുന്ന പോലെ ട്രക്ക് ചെയ്തിട്ട് മാത്രമേ അതിൻ്റെ മേലേക്കൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. കുറേ കശ്മീരി ആ ഒരു ടൈപ്പ് വീടുകളും അതേപോലെ നമ്മൾ ഹിമാചലിലൊക്കെ കാണുന്ന പോലെ ക്ഷേത്രങ്ങളാണ് വില്ലേജിനുള്ളിൽ. ഇവിടെ എല്ലാം വില്ലേജിനുള്ളിൽ പള്ളികളും കാണാം. അതേപോലെ ഇവിടുത്തെ വീടുകളുടെ മുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഷീറ്റാണ്. അപ്പോൾ നമുക്ക് വില്ലേജുകളെല്ലാം ഇങ്ങനെ വെയിലത്ത് തിളങ്ങി നിൽക്കുന്ന കാണാം വീടുകളെല്ലാം. അവിടെ ഒരു വില്ലേജാണ്. നമുക്കിനി ഈ മല ഇങ്ങനെ താഴേക്ക് ഹെയർപിന്നായിട്ട് ഇറങ്ങിയാണ് പോകേണ്ടത്. ഇന്നലെ നമ്മൾ ദുക്ഷം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് അവസാനമായിട്ട് നെറ്റ്വർക്ക് കിട്ടിയത്. അപ്പോൾ 2 ദിവസം, 2ാം ദിവസം ഇന്നലെ വൈകുന്നേരം ഒന്നും നെറ്റ്വർക്ക് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് റേഞ്ച് കാര്യങ്ങളെല്ലാം കിട്ടിയത്. ഈ മല ഈ സൈഡിലേക്ക് വന്നപ്പോൾ ടോപ്പ് ഭാഗത്തൊന്നും നെറ്റ്വർക്കിലോട്ട്. ഇനിയിപ്പോൾ കിസ്ത്വാറൊക്കെ എന്തായാലും നെറ്റ്വർക്ക് കാര്യങ്ങളുണ്ടാവും. നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ കിസ്ത്വാർ ചെന്നിട്ട് റൂം എടുക്കാനാണ്. നമ്മൾ മണാലിക്ക് 3 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ ഇടയ്ക്ക് വെച്ച് ഇങ്ങനൊരു സ്റ്റേ നമ്മൾ കരുതിയതല്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം കൂടെ നമ്മുടെ കൂടി. ഇനിയിപ്പോൾ നമ്മൾ 3ാമത്തെ ദിവസമായിരിക്കും, നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ മണാലി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയത്തില്ല, റോഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ എത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ അവിടെ റൂം എടുത്ത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ട് വേണം ബാക്കി മണാലിക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര ഒരു ചെക്കിങ് കഴിഞ്ഞു കേട്ടോ. അതുപോലെ ഇവിടെ കൊറോണേൻ്റെ ടെസ്റ്റ് ഉണ്ട്. സംഭവം നമ്മൾ ഞാൻ കരുതിയ ശ്രീനഗർ ജമ്മു ബോർഡറാണ്. നമ്മൾ പാസ് കയറി ഇറങ്ങുമ്പോൾ ജമ്മുവിലേക്ക് കയറുമെന്ന് വെച്ചാണ്. ഇപ്പോൾ ഈ ജമ്മു ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ നടന്നതാണ്, ഡ്രോൺ കൊണ്ടുള്ള അറ്റാക്ക്. അത് പിന്നെ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റാണ്. അതുപോലെ ഇപ്പോൾ ഓഗസ്റ്റ് 15 വരെയാണ്. നമ്മൾ ഇതുവരെ ചെക്ക് ചെയ്താൽ ഏറ്റവും നീണ്ട പ്രോസസ്സ് ഉണ്ടായിരുന്ന ഇവിടെ ആയിരുന്നു. നമ്മുടെ ID കാർഡ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്നോ നീ പോട്ടെ. ബെബൻ്റെ അടുത്ത് ID കാർഡില്ല, ID കാർഡായിട്ട് കയ്യിലില്ല, ഫോണിലാണുള്ളത്. അത് കേട്ടപ്പോൾ ആദ്യം പറഞ്ഞു നിന്നെ വിടത്തില്ല, നീ ഇവിടെ നിന്നോളാനൊക്കെ പറഞ്ഞു. അതുപോലെ ഭൃഗുവിനെ ചോദിച്ചില്ലേ, ഇവിടുത്തെ ക്യാമ്പിൽ കുറേ പട്ടികളുണ്ട്, ഭൃഗുവിനെ കൊടുക്കാനൊക്കെ പറഞ്ഞു ആദ്യം. നമ്മൾ സാധാ എൻട്രിയാണ് ആർമിന്. നമ്മൾ ഓരോ സ്ഥലത്ത് കയറുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ വണ്ടി നമ്പർ, ഫോൺ നമ്പർ, നമ്മുടെ കാര്യങ്ങളെല്ലാം എഴുതുന്ന ലൈസൻസ് നമ്പർ കാര്യങ്ങളെല്ലാം. അതേപോലെ തന്നെ എൻട്രി ആയിരുന്നു. പക്ഷേ കുറച്ച് വലിയ പ്രോസസ്സാണ്. ആർമി ഡയറക്റ്റ് ഉള്ള എൻട്രിയാണ്. അവിടെ ബസ്സിൽ വരുന്നവർക്ക് വരെ എന്തൊക്കെയോ എൻട്രി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ എൻട്രി ചെയ്തേ പറ്റത്തുള്ളൂ പേഴ്സണലായിട്ട് തന്നെ. അപ്പോൾ നമ്മുടെ ഫോട്ടോ വരെ എടുത്തു. നമ്മുടെ വണ്ടി, ഭൃഗു, നമ്മൾ 2 ആൾ എല്ലാവരെയും കൂടെ നിർത്തിയിട്ട് ഇന്നത്തെ ID കാർഡിൻ്റെ ഫോട്ടോ എടുത്തു. അങ്ങനെയെല്ലാം ഭയങ്കര ഒരു 10-15 മിനിറ്റ് നമ്മളവിടെ പിടിച്ചു നിർത്തി. എല്ലാവരും നമ്മുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. എന്നിട്ടാണ് നമ്മളിപ്പോൾ വിട്ടത്. പ്രശ്നമൊന്നുമില്ല, നമ്മളോട് പൊക്കോളാൻ പറഞ്ഞു. ഇങ്ങനെ കറങ്ങാൻ വന്ന എന്നൊക്കെ പറഞ്ഞു, ടൂറിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു. ഇതിലങ്ങനെ അധികം ടൂറിസ്റ്റുകൾ വരാത്തതാണ് ഈ പ്രശ്നം. അപ്പോൾ ഇവിടെ ഒരു ക്യാമ്പുണ്ട്, ആർമി ക്യാമ്പ്, അതിൻ്റെ ആയിരുന്നു ഇത്രയും ചെക്കിങ്. അപ്പോൾ എന്തായാലും നമ്മളത് കഴിഞ്ഞ് എന്തായാലും സെറ്റായി. ഇവിടെ അടുത്ത വില്ലേജുകളൊക്കെ കാണാം. ഈ കാണുന്നതൊക്കെ ഒരു വില്ലേജ് ആട്ടോ. അതിൻ്റെ കൃഷി കാര്യങ്ങളെല്ലാം ആണ് വില്ലേജിൻ്റെ ചുറ്റുഭാഗത്തും. ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഈ വഴി നടന്നു വേണം വില്ലേജിൻ്റെ അകത്തോട്ട് കയറാൻ. ചത്രു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം കേട്ടോ, ചെറിയൊരു സ്ഥലം. എൻ്റെ ചെവിയൊക്കെ അടഞ്ഞു മല ഇറങ്ങിയിട്ട്.
ഇവിടെ കുറേ ടാക്സി വണ്ടികളൊക്കെ കിടക്കുന്ന കാണാം. ഇവിടെ മാക്സിമം എല്ലാം ബസ്സുകളുണ്ട്. ഈ ശ്രീനഗർ കിസ്ത്വാർ റൂട്ടിലൊക്കെ ബസ്സുണ്ട് കേട്ടോ. പക്ഷേ എപ്പോഴൊന്നും ഉണ്ടാവില്ല, 1-2 ബസ്സൊക്കെ ഉണ്ടാവത്തുള്ളൂ. അവിടെ മുകളിൽ നമ്മൾ ബസ്സൊക്കെ പിടിച്ചിട്ടേക്കുന്ന കണ്ടാണ്. ബസ് അല്ലെങ്കിൽ പിന്നെ ഇതുപോലുള്ള ഷെയർ ടാക്സികൾ തന്നെ ഉള്ളൂ. നമ്മൾ മുറിച്ച് പോകേണ്ടി വരും. ലോക്കൽസ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇങ്ങനത്തെ ഷെയർ ടാക്സികളാട്ടോ. ഇത് മെയിൻ റോഡാണ്. ഇതൊന്നും അല്ലാണ്ട് ഇതിലേക്ക് ഉള്ളിലേക്ക് വേറെയും ഇഷ്ടംപോലെ വില്ലേജുകളൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ വണ്ടികളുണ്ടാവും. ഉമ്മ ഇവനെ പറ്റിയൊക്കെയാണ് ചോദിക്കുന്നത്. എടുക്ക് കട്ടൗണ്ട് വണ്ണനാണോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. ആ തരത്തിൽ എന്തൊക്കെയോ ചോദിച്ച്. അപ്പോൾ നമ്മൾ ഈ ചിത്രു എന്ന് പറയുന്ന ഈ സ്ഥലത്തും ഒരു പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മളോട് എൻട്രിക്ക് വേണ്ടിയിട്ട് വിളിച്ചു. പക്ഷേ എൻട്രി ഒന്നും ചെയ്തൊന്നുമില്ല. ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്, എന്താ സംഭവം എന്നൊക്കെ. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ആർമിക്കാരായാലും പോലീസുകാരായാലും ഭൃഗുവിനെ പറ്റി കേട്ടോ. ഇവനെ ഇവിടുന്ന് കിട്ടി, ഇവനെ എന്ത് കൊടുക്കുമോ ഇല്ലയോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. നമ്മൾ താഴേക്ക് ഇറങ്ങിയാൽ പിന്നെ അത്യാവശ്യം വലിയൊരു ടൗൺ, ചെറിയൊരു ടൗൺ ആണ്. ഇതേ ബാങ്ക് കാര്യങ്ങളെല്ലാം കാണുന്ന ഇവിടെ കേട്ടോ. ചത്രു എന്ന് പറയുന്ന സ്ഥലമാണ്. മൈതാൻ, മുഗൾ മൈതാൻ എന്ന് പറഞ്ഞ അടുത്തൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴും ഇവിടെ ഒരു ആർമീൻ്റെ ചെക്ക് പോസ്റ്റ്. ഇവിടെ ആർമി ക്യാമ്പിൻ്റെ മുമ്പിലെല്ലാം ചെക്ക് പോസ്റ്റ് ഉണ്ട്. എഴുതിയിട്ടൊന്നുമില്ല. അല്ല, എൻട്രി ഉണ്ട്. നമ്മൾ ടൂറിസ്റ്റ് ആയതുകൊണ്ട് വണ്ടി നമ്പർ കണ്ടിട്ട് തടഞ്ഞാന്നാണ് പറഞ്ഞത്. പുറത്ത് ഇവിടെ ലോക്കൽസിനൊന്നും തടയുന്നില്ല. നമ്മുടെ വണ്ടി കണ്ടിട്ട് നമ്മളെ തടഞ്ഞാണ്. നമ്മളോട് ഡീറ്റെയിൽസ്, എൻട്രി ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. നമ്മളോട് എങ്ങോട്ട് പോകുന്നു അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം. പിന്നെ എല്ലാം കുശല. ഇവിടെ ഏത് ചെക്ക് പോസ്റ്റ് പിടിച്ചാലും ഒരു 30% നമ്മളോട് കാര്യം ചോദിക്കും, അല്ലെങ്കിൽ എൻട്രി ചെയ്യിപ്പിക്കും. ബാക്കി 70% നമ്മളോട് കുശലം ചോദിക്കുകയാണ്. ഭൃഗു ഉള്ളത് കൊണ്ടാണ് ഈ സംഭവങ്ങളെല്ലാം. ഭൃഗു ഉള്ളത് കൊണ്ട് അതിനെ എവിടുന്ന് കിട്ടി, അതുപോലെ ആർമിയിലെ ഇന്ന പട്ടിയുണ്ട്. ഇപ്പോൾ അവിടെ തന്നെ ഒരു ക്യാമ്പിൽ ഒരു നായയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. നമ്മൾ എങ്ങോട്ട് പോകുന്നു, ഇതിലെ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ പുറത്തു നിന്നുള്ളവരൊന്നും ഈ ഇവിടുത്തെ ജമ്മുവിൻ്റെ പുറത്തു നിന്നുള്ള രജിസ്ട്രേഷൻ അല്ലെങ്കിൽ HP അല്ലാണ്ടൊന്നും വേറെ രജിസ്ട്രേഷൻ വണ്ടികളൊന്നും ഇതിലധികം വരുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ പിന്നെ എല്ലാ ചെക്ക് പോസ്റ്റിലും നമ്മളെ പിടിച്ചു നിർത്തുന്നുണ്ട്. അങ്ങനെ നമ്മളിത് കിസ്ത്വാർ എത്താൻ ഒരു 10 കിലോമീറ്റർ മുന്നേ അടുത്ത ആർമി ചെക്ക് പോസ്റ്റിൽ നമ്മളെ പൊക്കി. ഇവിടെ കുറച്ചുകൂടെ സീനായിരുന്നു. സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞവർ. നമ്മുടെ വണ്ടി ഫുള്ള് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഫുള്ള് കമ്പനിയായി കേട്ടോ. എല്ലായിടത്തും ഇപ്പോൾ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, ഭൃഗുവിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എഴുതിയെടുക്കുന്നുണ്ട്. അതേപോലെ എവിടുന്ന് വന്നു, എങ്ങോട്ടാണ് പോയത്, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും എഴുതുന്നുണ്ട്. നമ്മുടെ ID കാർഡിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മുടെ ഫോട്ടോ എടുത്തു. 2 ചെക്ക് പോസ്റ്റിൽ ഇപ്പോൾ നമ്മുടെ ഫോട്ടോ വിത്ത് വണ്ടി എല്ലാം എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിച്ചു, ഇപ്പോൾ ഇവിടെ കമ്പനി ആയപ്പോൾ ഞാൻ ആർമിക്കാരനോട് ചോദിച്ചു എന്താ ഇവിടെ ഇത്രയും ചെക്കിങ് എന്ന്. കാരണം ഇപ്പോൾ കഴിഞ്ഞതിപ്പോൾ 3ാമത്തെ ആർമി ചെക്ക് പോസ്റ്റാണ്. ഇതേപോലെ നമ്മളെ ചെക്ക് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ചെക്കിങ് ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ ബോർഡറൊന്നും ഇല്ലല്ലോ, ഇതിപ്പോൾ പാകിസ്ഥാൻ ബോർഡറൊന്നും അല്ല. പക്ഷേ പുള്ളി പറഞ്ഞത് ഇവിടെ ടെററിസ്റ്റ് അറ്റാക്ക് കൂടുതലാണ് എന്നാണ് പറഞ്ഞത്. ഈ ഒരു ഏരിയ, ഈ കിസ്ത്വാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഈ അടുത്തും എന്തൊക്കെയോ പ്രശ്നമൊക്കെ ഉണ്ടായി. ഈ മലേൻ്റെ ബാക്കിലൊക്കെ ടെററിസ്റ്റുകളുണ്ട്, അതായതെന്നൊക്കെ പറഞ്ഞു. എല്ലാ വണ്ടിയിലും ബൈക്കുകാരെ പോലും ബാഗ് സാധനങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട്, എല്ലാ വണ്ടികളും ചെക്ക് ചെയ്ത് എൻ്റർ ചെയ്യിപ്പിച്ചിട്ടാണ് ഇതിലെ വിടുന്നത് കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നമുള്ള ഏരിയയാണ് ഈ കിസ്ത്വാർ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ചെക്കിങ് ഇവിടെ. ഇന്ന് തന്നെ നമുക്ക് ഒരു ദിവസം ഇത്രയും കൂടുതൽ ചെക്കിങ് കിട്ടുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ഇനി ഈ കാണുന്ന മലേൻ്റെ ടോപ്പിലോട്ട് കയറി പോകണം നമുക്ക് കിസ്ത്വാർ എത്തണമെങ്കിൽ. കയറി ഇറങ്ങണം. ഞാൻ പറഞ്ഞില്ല, ഒരു ചുരം ഉണ്ടെന്ന് മാപ്പിൽ കണ്ട ചുരം, അത് ഈ മല കേട്ടോ. ഇതിൻ്റെ മേലേക്ക് നമ്മളിപ്പോൾ കയറുന്നത്. അവർ നമ്മുടെ ചാനലിൻ്റെ പേര് കാര്യങ്ങളെല്ലാം എഴുതിയെടുത്തിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിൽസും, ഫോൺ നമ്പർ അടക്കം. അവിടെ ഏതോ മലയാളി ഉണ്ടെന്ന് പറഞ്ഞു. മലയാളികൾ ഒരുപാടുണ്ട് ആർമി ക്യാമ്പിൽ. പക്ഷേ പുറത്ത് ചെക്ക് പോസ്റ്റിൽ എപ്പോഴും ഇവർ മറ്റേ ഈ ഇങ്ങനെ ആൾക്കാരോട് ഇടപെടേണ്ട ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇവർ നല്ലപോലെ ഹിന്ദി അറിയാവുന്ന ആൾക്കാരെ നിർത്തത്തുള്ളൂ. എല്ലാവരോടും സംസാരിക്കേണ്ട ഒരു ഇതായതുകൊണ്ട് മലയാളികൾക്ക് എപ്പോഴും ഉള്ളിലായിരിക്കും ഡ്യൂട്ടി. അപ്പോൾ അവർ പറഞ്ഞു ഉള്ളിൽ മലയാളികളുണ്ടെന്ന് പറഞ്ഞു, പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചാനലിൻ്റെ പേര് കാര്യങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു കുന്ന് കാണാം. ആ കുന്നിൻ്റെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റിനും ആർമി പോസ്റ്റാണ്. ഇവർ പറഞ്ഞ പോലെ ഈ ഒരു ഭാഗം എന്ന് പറയുന്ന കുറച്ച് ഈ അറ്റാക്കുകൾ കൂടുതൽ നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് മൊത്തത്തിൽ. അതുപോലെ നമ്മൾ കയറുന്ന ഈ മലയും അതും ആകെ ഡേഞ്ചറായിട്ടുള്ള ചെറിയ വഴി ഇതുണ്ടല്ലേ, ഫുൾ ഇഷ്ടംപോലെ ആക്സിഡൻറ്റ് നടക്കുന്നത്. ഇവിടെയൊക്കെ കുറേ ഫോട്ടോസ് കാര്യങ്ങൾ ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇവിടെയൊക്കെ ബോർഡ് അതുപോലെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടികൾ താഴേക്ക് മറിഞ്ഞതിൻ്റെയൊക്കെ അത്യാവശ്യം ഡേഞ്ചറായിട്ടുള്ള വഴിയും കൂടാണ് ഇതും.
അപ്പോൾ ദേ ഇവിടുന്ന് കിസ്ത്വാറിലേക്ക് 3 കിലോമീറ്ററാണ് ഉള്ളത്. ദേ ഇവിടെ വെൽക്കം ടു കിസ്ത്വാർ എന്ന് പറഞ്ഞ വലിയൊരു ബോർഡ് കാണാം. നമ്മൾ ഇന്നലെ ശ്രീനഗറിൽ നിന്ന് വരുന്ന വഴിക്കാണ് ഫുൾ ടാങ്ക് അടിച്ചത്. പെട്രോൾ തീരാനായി കേട്ടോ. നമ്മുടെ ക്യാനിലുണ്ട് ഓൾറെഡി. അപ്പോൾ ഇവിടെ നമുക്ക് പമ്പ് കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ കഴിഞ്ഞ് പെട്രോൾ കഴിഞ്ഞ് കഴിഞ്ഞ് കിസ്ത്വാർ എന്ന് പറയുന്ന വലിയൊരു പട്ടണം കേട്ടോ, വലിയൊരു ടൗൺ, അതുപോലെ വലിയ വില്ലേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഏരിയ തന്നെയുണ്ട്. ഇതൊക്കെ 2 സൈഡിലും ഒരുപാട് കുന്നിൻ്റെ പുറത്തൊരു മലേൻ്റെ മോൾ ഭാഗത്താണ്. താഴെ നമ്മൾ കയറി വന്നു. ഇത് മലേൻ്റെ ഒരു നടുക്ക് ഭാഗം. അടുത്ത മല ദേ അവിടുന്ന് അങ്ങോട്ടും വേറെ ഉണ്ട്. വലിയൊരു ഏരിയ കിസ്ത്വാർ. നമ്മൾ ഇത്രയും വലിയ ടൗൺ ആണെന്നൊന്നും പ്രതീക്ഷയല്ല. ദേ ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന വലിയൊരു പാർക്കാട്ടോ, വലിയൊരു മൈതാനമുണ്ട്. അവിടെ ഫുള്ള് പശുവും ആടുകളൊക്കെ മേഞ്ഞ് കിടക്കുകയാണ്. അതേപോലെ പിള്ളേർ കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ദേ ഇവിടുന്നാന്ന് തോന്നുറാ നാളെ നമുക്ക് പോകേണ്ട വഴി. ദേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഉദംപൂർ സാസ്ക്രി DC ഓഫീസ്. ഇവിടെ DC ഓഫീസൊക്കെ ഉണ്ടല്ലോ. ആ റൂട്ട് പോകണമെങ്കിൽ പെർമിറ്റ് വേണോ ആവോ? നമ്മളിപ്പോൾ തൽക്കാലം ടൗണിൽ എവിടെയെങ്കിലും റൂം എടുക്കാനാണ് പ്ലാന്. നമുക്ക് നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ വേണം. അത് കഴിഞ്ഞിട്ട് നാളത്തെ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യണം. ഇവിടെ ഹെൽമെറ്റൊക്കെ ഇല്ലെങ്കിൽ പൊക്കോട്ടോ. കാശ്മീരൊന്നും വലിയ സീനില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ലോക്കൽസിനെയൊക്കെ പോലീസുകാർ ഹെൽമെറ്റ് ഇല്ലാത്തതിന് പൊക്കുന്നത് കണ്ടു. നമ്മളിപ്പോൾ 2 പേരും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും ഒരു റൂമും കാണുന്നില്ല. നമ്മളിപ്പോൾ ടൗണിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇപ്പോൾ ഒരു കിലോമീറ്റർ ടൗണിൻ്റെ ഉള്ളിൽ കൂടെ ഓടുകയാണ്. എവിടെ നമ്മളൊരു റൂം പോലും ഒരു സംഭവം നമ്മൾ കണ്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ടൗണിൽ കൂടെ ഒരു 1 കിലോമീറ്റർ ഉള്ളിൽ വന്നു. ഈ ടൗണിൻ്റെ ഈ ഒരു ഭാഗത്തെത്തിയിട്ട് ഈ റോഡ് നേരെ വെച്ച് പിടിച്ചാൽ ജമ്മുവിലേക്കാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു റൂം കണ്ടു. ഇവിടുത്തെ ചീപ്പ് ലോക്കൽ റൂമുകളാണ് ഏറ്റവും കൂടുതൽ. കണ്ടതൊക്കെ ലോക്കലാണ്. നമ്മൾ നല്ല അത്യാവശ്യം കൊള്ളാവുന്ന റൂമൊന്നും കണ്ടില്ല. ഈ ബിൽഡിങ് കുറച്ച് കൊള്ളാം. മേലേക്കാണ് റൂമുള്ളത്. താഴെ ഇവരുടെ കടകൾ, വർക്ക്ഷോപ്പ് കാര്യങ്ങളെല്ലാം ആണ്. അപ്പം ബെബോയും മൃഗവും കൂടാണ് പോവുക. ഇവർ 2 പേരും കൂടാണ് പോവുക. കാരണം ഞാൻ ആദ്യം പോയി ചോദിച്ചിട്ടാണെങ്കിൽ പിന്നെ ഭൃഗുവിനെ കാണുമ്പോൾ ചിലപ്പോൾ ചിലർ റൂം തരത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ബെബോനെയും ഭൃഗുവിനെയും വിടും. 2 പേരും കൂടെ ഒരുമിച്ച് പോയി അവർ കണ്ട് സെറ്റാണെങ്കിൽ അങ്ങനെ ഉറപ്പിച്ചിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ബെബോയും ഭൃഗുവും പോയിട്ടുണ്ട്. എന്താവും എന്തോ. അപ്പോൾ ഇവിടെ റൂമിൻ്റെ ആളില്ലായിരുന്നു. റൂമിൻ്റെ ആൾ വന്ന് നമ്മുടെ ഭൃഗുവിനെ കണ്ട ഉടനെ റൂം തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് അയാൾ വിളിച്ചിട്ട് ഭൃഗുവിനെ എവിടെ സെറ്റാക്കുന്നൊക്കെ ചോദിച്ചു. എവിടെ കിടത്തുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ അടുത്ത് സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, സാധനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വീണ്ടും അവർ കയറി പോയിട്ടുണ്ട് റൂം കാണിക്കാൻ. 400 രൂപയ്ക്ക് വല്ല നമുക്കിവിടെ റൂം കിട്ടും. 400-300 രൂപയ്ക്കൊക്കെ. കാരണം അത്ര വലിയ സെറ്റപ്പുള്ള റൂമുകളൊന്നും അല്ലത്. അങ്ങനെ ഇന്നത്തെ നീണ്ടു നിന്ന റൈഡിനൊടുവിൽ സമയം വൈകുന്നേരം 5 മണിയായി. നമുക്ക് 500 രൂപയ്ക്ക് കിട്ടിയ റൂമുണ്ട്. ഇതാട്ടോ ഇവിടെ കിസ്ത്വാറിൽ നമുക്ക് കിട്ടിയ റൂമാണിത്. സംഭവം ചെറിയൊരു ബെഡ്, അതുപോലെ ബാത്റൂം, ചൂടുള്ള സൗകര്യമെല്ലാം ഉണ്ട്. നമുക്ക് അതുപോലെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. 2 റൂമിലൂടെ ഒരു കോമൺ ബാൽക്കണിയാണ്. ഭൃഗുവിന് പ്രശ്നമൊന്നുമില്ല. ഭൃഗുവിനെ നമ്മളിപ്പോൾ തൽക്കാലം പുറത്ത് ഇവിടെ ബാൽക്കണി കെട്ടിയേക്കാണ്. കിസ്ത്വാർ ടൗണിൻ്റെ ഒരു ഭാഗമാട്ടോ ഇത്. ടൗൺ കഴിഞ്ഞ് ഇപ്പുറത്തെ ഭാഗമാണ്. ഇവിടെ ഇഷ്ടംപോലെ കടകൾ. മെയിനായിട്ട് ഇവിടെ വഴിയരികിലെല്ലാം പോലീസുകാർ, ആർമിക്കാരെല്ലാം തോക്കൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. നമുക്ക് എല്ലാം ഒന്നും അങ്ങനെ കാണിച്ച് വിട്ടെടുക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ നമ്മൾ വലിയ നല്ല കൊള്ളാവുന്ന റൂമൊന്നും എവിടെയും കണ്ടിട്ടില്ല. കണ്ടതെല്ലാം ലോക്കലായിരുന്നു. ഇതിൻ്റെ കുറച്ച് പെയിൻറ്റും മോടിയൊക്കെ കണ്ടിട്ടാണ് ഇവിടെ വന്നത്. ആദ്യം എത്ര പറഞ്ഞു? 700 അല്ലേ? ആദ്യം 700 പറഞ്ഞു. പിന്നെ നമുക്കത് 500 രൂപയ്ക്ക് തന്നു. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ റെസ്റ്റ് എടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് വേണം. നാളെ നമ്മൾ ഇവിടുന്ന് ഉള്ളിലേക്ക് പോകും. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ, നമ്മൾ പോകുന്ന റൂട്ടിനെ പറ്റി അന്വേഷിച്ചപ്പോൾ പാഡർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതെല്ലാവർക്കും അറിയാം. ഈ കെല്ലർ റൂട്ടിലുള്ളതാണ്. റോഡ് കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്താ അവസ്ഥ എന്ന് അറിയത്തില്ല. ഇവിടെയൊക്കെ നോർമൽ കാലാവസ്ഥയാണ്. ഇതുവരെ മഴയോ കാര്യങ്ങളൊന്നുമില്ല. നാളെ എന്തായാലും നമ്മൾ ഇവിടുന്ന് രാവിലെ ഇറങ്ങും. നാളെ നമുക്കൊരു 120 കിലോമീറ്ററാണ് കെല്ലർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ളത്. കെല്ലറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഹിമാചൽ കയറി. കെല്ലറിന് തൊട്ട് മുന്നേയായിട്ടാണ് ബോർഡർ വരുന്നത്. അതുപോലെ വേറൊരു കാര്യമുണ്ട്. ഓഗസ്റ്റ് 13, ഇന്നിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് 13 ആട്ടോ. ഓഗസ്റ്റ് 13-ാം തീയതി ഇന്ന് മുതലോ നാളെ മുതലെങ്ങാണ്ട് ഹിമാചൽ കയറണമെങ്കിൽ കോവിഡിൻ്റെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വാക്സിൻ 2 ഡോസ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ എന്താവും എന്നറിയില്ല. ഇതൊന്നും നമ്മുടെ അടുത്തില്ല. നമ്മൾ ബോർഡറിലേക്ക് പോകുമ്പോൾ നമ്മൾ ജമ്മു വഴിയൊക്കെ പോയി കഴിഞ്ഞാൽ പത്താങ്കോട്ട് വഴി പോവുകയാണെങ്കിൽ എന്തായാലും അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ എന്താ അവസ്ഥ എന്നൊക്കെ നമുക്ക് ഈ ബോർഡറിൽ എന്താ അവസ്ഥ എന്നൊക്കെ നമുക്ക് നോക്കാം. നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അടുത്തുള്ള അല്ലെങ്കിൽ അവിടെ ചെക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടാവും. ഇതിലധികം ടൂറിസ്റ്റുകളൊന്നും പോകാതാണ്. ലോക്കൽസ് യൂസ് ചെയ്യുന്ന വഴിയാണെന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും നമുക്ക് പോയി നോക്കാം. പോകുമ്പോൾ അറിയാമല്ലോ. നാളെ നമ്മൾ എന്തായാലും ഹിമാചൽ കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഈ കെല്ലറിന് മുമ്പായിട്ടുള്ള ഒരു സ്ഥലമാണ് പാഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ സിന്തൻ ടോപ്പ് വഴി ആണ് ഇറങ്ങി വന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ.